വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ സ്വീകരിക്കുന്ന പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക രീതി മനുഷ്യ മനസ്സിനകത്ത് എത്തിക്കാൻ ശ്രീകണ്ഠൻ നായർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ കഴിവിനെ ഏറ്റവും പ്രധാനമായി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഈ വർഷത്തെ ദൃശ്യ മാധ്യമ അവാർഡ്, അതും 13ാമത്തെ അവാർഡ് ശ്രീകണ്ഠൻ നായർക്ക് നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു. മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ദിവസേന നമ്മൾ വിളിച്ചുകൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് ശ്രീകണ്ഠൻ നായർ. നമ്മൾ പരിഗണിച്ചത് അദ്ദേഹം ഈ രംഗത്ത് കാട്ടുന്ന കൃത്യമായ വാർത്താ നിർവഹണമാണ്. 33,333 രൂപയാണ് അവാർഡ് തുക. അതിനു പുറമെ നമ്മുടെ കാരക്കാമണ്ഡലം വിജയകുമാർ അദ്ദേഹം ഡിസൈൻ ചെയ്ത ഒരു മൊമെൻറ്റോ അതിനെ കൂടിയുണ്ട്. 13ാമത്തെ അവാർഡാണിത്. 12 അവാർഡുകൾ എല്ലാം പ്രഗത്ഭരാണ്. ആദ്യത്തെ അവാർഡ് ശ്രീ ONV കുറുപ്പ്, 2ാമത്തെ അവാർഡ് KPSC ലളിത, 3ാമത്തെ അവാർഡ് മലയാള മനോരമയുടെ പ്രഗത്ഭനായ തോമസ് ജേക്കബ്, 4ാമത്തെ സുഗതകുമാരി ടീച്ചർ, 5 കാവാലം നാരായണ പണിക്കർ, 6 ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ, 7 നമ്മളിപ്പോൾ വിട്ടുപിരിഞ്ഞ മലയാളത്തിൻ്റെ മറക്കാനാവാത്ത പ്രതിഭ ശ്രീ ശ്രീനിവാസൻ. മറ്റൊന്ന് നമ്മുടെ ചാനലുകളിൽ നമുക്കെല്ലാം മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുള്ള സിന്ധു സൂര്യകുമാർ. മറ്റൊന്ന് മനോജ് നാരായണൻ, സുജിത്ത് നായർ, മലയാള മനോരമയുടെ ഇവിടുത്തെ ബ്യൂറോയിലെ പ്രധാനപ്പെട്ട സുജിത്ത് നായർ, നമ്മുടെ പ്രിയപ്പെട്ട നടൻ മധു, നമ്മുടെ മലയാളത്തിൻ്റെ എല്ലാവരുടെയും മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൻ, നോവലിസ്റ്റ് ശ്രീ പെരുമ്പടവം. ഇത്രയും പേർക്കാണ് നമ്മൾ കൊടുത്തത്. കേരളത്തിലെ നാടകരംഗത്ത് ഒരു മാറ്റത്തിൻ്റെ ചുവന്ന പരവതാനി വിരിച്ച ഒരു എഴുത്തുകാരനാണ് തോപ്പിൽ ഭാസി. ഭാസി മലയാളത്തിൽ എഴുത്തുകാരനായിരുന്നു, നാടകകൃത്തായിരുന്നു, സാഹിത്യകാരനായിരുന്നു, ഒപ്പം ഒരു ജനപ്രതിനിധിയായിരുന്നു, MLA ആയിരുന്നു. ഞാനതിൻ്റെ ചെയർമാനാണ്. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് അദ്ദേഹമാണ് എൻ്റെ സെക്രട്ടറി. നേരത്തെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയുടെ നേതാവായിരുന്ന സഖാവ് ഫ്രാൻസിസ് അദ്ദേഹമാണ് അതിൻ്റെ ട്രഷറർ. മാതൃഭൂമിയുടെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സഹപത്രാധിപരായിരുന്നു അദ്ദേഹം. ഡെപ്യൂട്ടി എഡിറ്റർ K. പ്രഭാകരൻ, അദ്ദേഹം നമ്മുടെ അവാർഡ് കമ്മിറ്റിയുടെ മെമ്പറാണ്.